അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് കറി. അതിന് മീഡിയം സൈസിലെ 3 ഉരുളക്കിഴങ്ങ് വേണം, 1 കപ്പ് ഫ്രഷ് ഗ്രീൻ പീസ് വേണം, 1 സവാളയും 1 തക്കാളിയും വേണം. ബാക്കി കുക്കിങ്ങിൻ്റെ കൂടെ പറയാം. ഒരു പ്രഷർ കുക്കറിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ പെരുംജീരകവും ചേർക്കുക. ഇത് പൊട്ടി തുടങ്ങുമ്പോൾ അരിഞ്ഞു വെച്ച സവാള ചേർക്കണം. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരൽപ്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. 1/2 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടും. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത ശേഷം ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ കഷ്ണങ്ങളെല്ലാം ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടട്ടെ. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം വാടിത്തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അതിനുശേഷം ഗരം മസാല പൗഡറും പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർക്കാം. ഈ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ കുറച്ചൊന്ന് വെന്ത് കിട്ടിയതിന് ശേഷം വേണം ഗ്രീൻ പീസ് ചേർക്കാൻ. ഫ്രഷ് ഗ്രീൻ പീസ് ആയതുകൊണ്ട് പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് വെന്ത് പോകും. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം കുക്കർ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം. 1 മുറി തേങ്ങ കൊണ്ടുള്ള പാലോ അല്ലെങ്കിൽ 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 2-2.5 ടീസ്പൂൺ കോക്കനട്ട് പൗഡർ മിക്സ് ചെയ്തെടുക്കുന്ന തേങ്ങാപ്പാലോ റെഡിയാക്കി വയ്ക്കാം. ഒരു 15-20 മിനിറ്റിന് ശേഷം കുക്കറിൻ്റെ മൂടി തുറന്ന് കഷ്ണങ്ങളെല്ലാം ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഉപ്പും എരിവും പാകത്തിനുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. പോരാങ്കിൽ അല്പം ഇട്ട് കൊടുക്കുക. ഇത് തിളച്ചു തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് 1 പിടി മല്ലിയില കൂടെ ചേർത്തിളക്കിയാൽ കറി റെഡി. 1 സ്പൂൺ നെയ്യ് ചൂടാക്കിയതിന് ശേഷം പകുതി സവാള അരിഞ്ഞതും 2-3 വറ്റൽമുളകും ഒരൽപ്പം കറിവേപ്പിലയും കൂടെ നെയ്യിൽ നന്നായിട്ട് മൂപ്പിച്ച ശേഷം ചേർത്ത് കൊടുത്താൽ ഈ കറിക്ക് ഒന്നുകൂടെ രുചി കൂടും. വറുത്തിടുന്നതിന് പകരം 1 ടീസ്പൂൺ നെയ്യ് നേരിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഈ കറി നന്നായിട്ട് കുറുകി കിട്ടും. അപ്പോൾ നമുക്ക് വിളമ്പാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.